ഹലോ ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിൽ സ്വാഗതം. ഇപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമേ ചീനച്ചട്ടി ചൂടാക്കി അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. കുറച്ച് കശുവണ്ടി പരിപ്പ് ഞാൻ അതിൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരണം. വറുത്ത് കോരി മാറ്റി വയ്ക്കുക. അപ്പോൾ ഈ നെയ്യുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടായതും അതിൽ ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ ചേർത്ത്, പിന്നെ കടലപ്പരിപ്പ് 1 ടീസ്പൂൺ ചേർത്തു, പിന്നെ കടുക് 1 ടീസ്പൂൺ അതും കൂടി ചേർക്കണം. ഇത് മൂന്നും ചേർത്ത് കഴിഞ്ഞ് കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉടനെ കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് വറുത്ത് കഴിഞ്ഞതും ചെറിയ ഉള്ളി ചെറിയ ബൗള് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി എടുത്തു നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് ഇതിന് ആവശ്യമുള്ള മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം. കുറച്ച് ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ പച്ചമണം മാറി ഉള്ളിയുടെ കളർ മാറണ വരെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യമുള്ള 3 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തെടുത്തു. അത് നിങ്ങൾക്ക് എത്ര എരിവ് വേണ്ട വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. പച്ചമുളക് ചേർത്ത ഉടനെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തു ഇതിൻ്റെ കൂടെ. ഇപ്പോൾ വലിയ അല്ലി ആയതുകൊണ്ട് 2 എടുത്ത്, ചെറുതാണെങ്കിൽ 4 എടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തു. അതിൻ്റെ കൂടെ ചേർക്കണം. ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞതും തക്കാളി ചെറുതായിട്ട് മുറിച്ച് അതും കൂടി ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം വഴറ്റി ചൂടാറാൻ വെച്ചു. ഞാൻ ഇഡ്ഡലി മാവ് ഒരു ബൗളിലെടുത്തു. ആ ഇഡ്ഡലി മാവിലാണ് ഈ ചൂടാറി കഴിഞ്ഞിട്ട് ഈ മസാല ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത് മസാല ഇഡ്ഡലിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വഴറ്റി നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇഡ്ഡലി വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാ കുഴികളിലും ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് കഴിഞ്ഞ് നേരത്തെ ആദ്യമേ വറുത്ത് വെച്ച കശുവണ്ടി പരിപ്പ് അതിൻ്റെ മേലിൽ ഓരോന്നായിട്ട് വെക്കണം. ഇത് കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് അവർ ഇഷ്ടപ്പെടും. അവർക്ക് വേഗം എടുത്ത് കഴിച്ചോളും. അതിനും കൂടിയാണ് ഞാനിങ്ങനെ കശുവണ്ടി പരിപ്പ് മേലിൽ ഓരോന്ന് അങ്ങനെ വെക്കാം. അപ്പം നല്ല ടേസ്റ്റാണ് മസാല ഇഡ്ഡലി. നിങ്ങൾക്ക് ഇതിന് സൈഡായിട്ട് കൂട്ടി കഴിക്കാനൊന്നും ആവശ്യമില്ല. ഈ ഇഡ്ഡലി വേവിച്ചെടുത്ത് വെറുതെ കഴിക്കാം. ഇതിൽ എല്ലാം തന്നെ ഉണ്ട്, എരിവും പുളിയും എല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് ഇത് തനിച്ച് നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ചമ്മന്തിയോ സാമ്പാറോ കൂട്ടിയും കഴിക്കാം. അപ്പോൾ ഇതെല്ലാം മാവെല്ലാം കോരി കശുവണ്ടി പരിപ്പും ചേർത്ത് ഞാൻ നന്നായിട്ട് തീ കൂട്ടി വെച്ചു. ആവിയിൽ വെന്ത് കിട്ടി. 2-3 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റായ മസാല ഇഡ്ഡലി റെഡിയായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ നമ്മളെപ്പോഴും സാധാ ഇഡ്ഡലി ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ട് ആ ഇഡ്ഡലി മാവിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഉള്ള സാധനം ഇതെല്ലാം ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം വഴറ്റി മസാല അതിൻ്റെ കൂടെ ഈ മാവിൽ ചേർത്ത് ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാവും, അവർ കഴിച്ചോളും. അപ്പം മസാല ഇഡ്ഡലി റെഡിയായി. ഞാൻ അതിന് കൂട്ടി കഴിക്കാനായിട്ട് തക്കാളി ചട്നിയും വെണ്ടയ്ക്ക സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വിളമ്പി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ടേസ്റ്റായിരുന്നു. മസാല ഇഡ്ഡലിയും തക്കാളി ചട്നിയും സാമ്പാറും കൂട്ടി കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നിങ്ങളും ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുള്ള മസാല ഇഡ്ഡലിയും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയും വെണ്ടയ്ക്ക സാമ്പാറും കൂട്ടി കഴിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ 30 ബ്രേക്ക്ഫാസ്റ്റിൽ ഇത് 5ാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.